Hello everyone, welcome back to another Date Vlog series പാർട്ട് 7. അത് നമ്മൾ ഇന്ന് പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ കൊച്ചിയിലാണ്. അതായത് നമ്മൾ തിരുവനന്തപുരത്ത് ചെയ്തതിന് നമുക്ക് കൊച്ചിയിലാണ് ആൾ അവൈലബിൾ ആവുന്നത്. കൊച്ചിയിലാണ് കൂടുതൽ ആൾക്കാർ ഉള്ളത്. പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്തതിൻ്റെ റീസൺ വെച്ചാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ പോയി, പക്ഷേ വേറെ സ്ഥലത്ത് ആൾക്കാർ നമുക്ക് ടൈമും അവരുടെ ടൈമും നമ്മുടെ ടൈമും ഒക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ സീനുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ബ്ലോഗ് കാണുന്ന ആരെങ്കിലും വേറെ ജില്ലയിലുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബ്ലോഗിന് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, നമുക്ക് ബന്ധം ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ബാക്കിയുള്ള സീരീസ് എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നൊരു ഈവനിങ് ടൈമിൽ പിടിക്കാൻ പോകുന്നത് അത്യാവശ്യം വെയിൽ കുറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് പോകാം എന്നുള്ള പരിപാടിയാണ്. ഫസ്റ്റ് ഇപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചതിന് ശേഷം വേണം അങ്ങോട്ടേക്ക് വാളെ പോയി പിക്ക് ചെയ്യാനായിട്ട്. എന്താകും എങ്ങനെയാണെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഞാൻ ഫസ്റ്റ് ടൈം ഇന്നിപ്പോൾ ഞാൻ മെസ്സേജ് പറഞ്ഞ് സെറ്റാക്കി അങ്ങനെ ഇതാക്കി പോകുന്നതാണ്. വൈബ് എങ്ങനെ ഉണ്ടാവും, എങ്ങനത്തെ വൈബാണ്, ഏത് വൈബാണ്, എങ്ങനെ യാതൊരു ഐഡിയ ഇല്ല. എനിക്ക് ഒരു ഐഡിയ ഇല്ല, ഒരു ഇതുമില്ല. ഫസ്റ്റ് ടൈം മെസ്സേജ് അയച്ച് ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷമാണ്, ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. എന്തായാലും നമുക്ക് പോയി ആളെ പിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയൊരു ഇത് നോക്കാം. എന്തായാലും നമുക്ക് ഒരു പ്രീ പ്ലാൻ ചെയ്യാൻ നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ്. നമുക്ക് എന്തായാലും പോയി ഫുഡും കഴിച്ചിട്ട് ആളെ പോയി പിക്ക് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോയതാണ്. ഫുഡ് കഴിക്കാൻ പോയിട്ട് ഒരു നീണ്ട യാത്രയായിരുന്നു. 3:30 എത്താന്ന് പറഞ്ഞു, പക്ഷേ ഇപ്പോൾ 4 മണിയായി. പക്ഷേ ഞാൻ പോണ വഴിക്ക് ഞാൻ എന്തായാലും നമ്മളെ സ്ഥിരമായിക്കാം 2 റോസാപ്പൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് തന്നെ അങ്ങനെ കൊടുക്കാനല്ല, ഒരു ഡേറ്റിംഗ് കൊടുക്കാനല്ല, ഒരു നമ്മുടെ ഇതിലേക്ക് വെൽക്കം ചെയ്യുന്ന രീതിക്ക് കൊടുക്കാന്നുള്ളതാണ്. ബൊക്ക കൊടുക്കാത്ത രീതിക്ക് ഈ കൈകൾ കടന്നു വരുന്ന തിരുവനന്തപുരത്ത് നിന്നുള്ള തെണ്ടിയാണ്, അവരെ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ. 3:30 പറഞ്ഞിട്ട് 4 മണിക്കുള്ള കുഴപ്പമില്ല. ഞാനൊരു 10 മിനിറ്റുകളിൽ ചെന്നിട്ട് വരാം. ആളെ പിക്ക് ചെയ്യട്ടെ, പോട്ടെ. ഓക്കെ, ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ചെറിയൊരു പോസ്റ്റ് കൊടുത്തതിന് ഞാൻ ആളെ പിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് കഴിഞ്ഞ് കൊടുക്കാന്ന് വെച്ചാൽ സാധനം ഇപ്പോൾ ആളുടെ കയ്യിൽ കുറേ സാധനം ഇരിക്കുന്ന കാരണം അത് വണ്ടിക്കകത്ത് വെക്കേണ്ടി വന്നു. അപ്പം പിന്നെ ആ സാധനം ഇപ്പം കൊടുത്താലേ വരുന്നുള്ളൂ. അങ്ങനെ തിരിക്കുന്നു. ഓക്കെ, തങ്കപ്പൂവേ കണ്ണാലത്താൻ നാനേ വെച്ചോ. നമുക്കിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് കാണാം. നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. അതായത് ഈ റീസെൻ്റ്ലി എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ വൈറലായ സ്പോട്ടാണ്. കൊള്ളാം, നല്ലൊരു പീസ്ഫുൾ ആംബിയൻസ്. പക്ഷേ സ്പേസ് ഇല്ല, സ്ഥലമില്ല. അവിടെയൊക്കെ പോയുമ്പോഴേക്കും ബെത്തും നല്ല രസമുണ്ട് കാണാൻ. സീരിയസ് നല്ല കടിച്ചു മുടി വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇല്ല അങ്ങനെ പറയുന്നത്. സോ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ പറയാം. ഓക്കെ, എനിക്ക് പറയുന്ന കാര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് വൈക ബോക്സറാണ്. 6 വർഷമായിട്ട് ബോക്സിങ് പഠിക്കുന്നുണ്ട്. അത് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്. പിന്നെ ബോക്സിങ് പഠിപ്പിക്കാറുണ്ട്. പിന്നെ ഫിറ്റ്നസിൻ്റെ കാര്യങ്ങൾ നോക്കാറുണ്ട്. ഇപ്പം റീസെൻ്റായിട്ട് കണ്ടൻറ് ക്രിയേഷനും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വീട് തൃശ്ശൂരാണ്. ഇപ്പം വർക്കും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് കൊച്ചിയിൽ വന്നിരിക്കുന്നു. ബാക്കി പറ. ബാക്കി എന്താ, ഫുള്ള് പറഞ്ഞില്ല, ഇനി ഒന്നുമില്ല. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്തിനൊക്കെ പറ, എന്തുകൊണ്ട് ബോക്സിംഗിലേക്ക് ഇറങ്ങിയിട്ടുള്ള കാര്യം പറ. ഞാനത് എല്ലാവരും ലൈസൻസ്ഡ് ആയിട്ട് ഇടിക്കുക, പോലീസ് പിടിക്കാതെ ഇടിക്കുക. ലൈസൻസ്, ഞാൻ ബോക്സറാണ്. ഇടിക്കുക. പിന്നെ നമ്മളെ പേടിയുണ്ടാവും. എന്താ പഠിക്കുന്നത് ബോക്സിങ്, ഒരു പേടിയുണ്ടാവും. പക്ഷെ മുഖം കണ്ട ഒരു സീരിയസ്ലി ഞാൻ വേണ്ടേ, മുഖം കണ്ട് ഞാൻ ഒരിക്കലും ബോക്സിങ് പഠിക്കുന്ന ആളാണെന്ന് പറയത്തേ ഇല്ല. സാധാരണ ബോക്സിങ് പഠിക്കുന്നത് ഒരു ഭയങ്കര റഫ് ഫേസ് ആയിരിക്കും. അതൊക്കെ തോന്നല. ഇല്ല, ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ടൊക്കെ അല്ലടാ. ബോക്സിങ്ങിന് കയറത്തന്നെ ഒരു ആ ബോഡി ലാംഗ്വേജും കാര്യങ്ങളും കാണുമ്പോഴത്തേക്ക് ഒരു റഫ് ഫേസ് ഉണ്ടാവും. പക്ഷെ ഇത് അങ്ങനെയൊന്നും ഇല്ല. ഭയങ്കര ഒരു ക്യൂട്ട് ലുക്ക് ഉണ്ട് സീരിയസ്ലി. പക്ഷെ അത് നോക്കിക്കടാ, ഇത് നോക്കി കറക്കുമ്പോ നോക്കി സെറ്റ്. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നപ്പോഴത്തേക്കും നല്ല രസമില്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ കാണാനായിട്ട് കൊള്ളാം, ക്യൂട്ടായിട്ട് ഇരിപ്പുണ്ട്. അതായത് ഈ തൃശ്ശൂരല്ലേ, പട്ടാമ്പി ആയിരുന്നല്ലേ. അതായത് ചെറിയതായിട്ട് സ്ലാങ് കയറി വന്നപ്പോൾ ഞാനത് പട്ടാമ്പി ആയിരിക്കും വിചാരിച്ചില്ല. പക്ഷെ തൃശ്ശൂർ സ്ലാങ് ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ട്, നല്ല രസമായിട്ട് കയറി വരുന്നുണ്ട്. കണ്ട ഈ ചിരി കണ്ടിട്ടാണ് നിങ്ങൾ പറയുന്നത് ബോക്സർ കലിപ്പാണ്. ഞാൻ കലിപ്പനാണേ പറയുന്നത്. കലിപ്പാന്ന് പറഞ്ഞില്ല. അല്ല, ഒരു ബോക്സിംഗ് എപ്പോഴും ഒരു ഇതുണ്ടാവും, ഒരു ആറ്റിറ്റ്യൂഡ് ഫേസ് ഉണ്ടാവും എപ്പോഴും. ഫേസ് അങ്ങനെയൊന്നുമില്ല, ഇത് ആറ്റിറ്റ്യൂഡില്ല, ഫുള്ള്
നമ്മൾ ചിരിച്ച് വീഴ്ത്തി ഇടിക്കണം. ചിരിച്ചു കളി ചാരി കാര്യം പറയട്ടെ, ചിരിച്ചു കളി ചെയ്തവരുടെ അങ്ങനത്തെയല്ലേ മറ്റേ വിജയ് സേതുപതി മറ്റേ ഇതിനകത്ത് മാസ്റ്ററിലാണ് മറ്റേ ഏത് സിനിമയാണ് വിജയ് സേതുപതി പിടിക്കുന്ന ഊര് മുഴുക്ക ഇങ്ങനെ അങ്ങനെ ഇടിച്ചിരിക്കുന്ന ആളാ. ചെന്തിക്ക് ഉണ്ട സന്ദർഭം കേൾക്കെടുക്കുന്നത്. ഞാൻ പാവം. അല്ല ഇത് മൊത്തം ഞാനാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. മറ്റേ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്ന സാധനം പറ. എന്തിനാ ആത്മകഥ പറ. ആത്മകഥ റിങ്ങിന് കയറുമ്പോ എങ്ങനെ ഉണ്ടാവണം? എങ്ങനെ ഉണ്ടാവണം? നമ്മൾ ആദ്യം രണ്ടിടി കൊള്ളണം. അപ്പൊ നമുക്ക് ദേഷ്യം വരും. അപ്പൊ നമ്മൾ തിരിച്ചടിക്കണം. പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂലത്. പിന്നെ പിടിച്ചാൽ കിട്ടും. ഞാൻ പെരിച്ചിട്ടടിക്കുന്നു. മോന്തയ്ക്ക് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരും. അപ്പൊ നമ്മൾ തിരിച്ചടിക്കും. മനുഷ്യന്മാരായ തിരിച്ചടിക്കും. അത് നിങ്ങൾ നമ്മളെ ഈ ഒരു ചെസ്സിലൊക്കെ നമ്മൾ ചെറിയല്ല ഇടുന്നുണ്ട്. നമ്മളിട്ടുണ്ട് ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കില്ല. നമ്മളിപ്പോൾ രണ്ട് സൈഡായിട്ട് മാറിയിരിക്കാൻ നേരത്ത് നമ്മളപ്പോ ഇങ്ങനെ ചിരിച്ചു നിൽക്കും. അവരെന്തൊക്കെ ചെയ്യും നമ്മൾ കണ്ടു നിൽക്കും. ഞാൻ പറയട്ടെ, പിന്നെ ഞാൻ ലെഫ്റ്റ് ഹാൻഡാ പഞ്ചിങ്. അപ്പം ഒരിക്കലും അവർ പ്രതീക്ഷിക്കില്ല റൈറ്റ് കൊണ്ട് ഇടിക്കുന്ന പ്രതീക്ഷിക്കുള്ളൂ. ലെഫ്റ്റ് കൊണ്ട് ഇടി കിട്ടുമ്പോഴത്തേനും അവരെ ഫസ്റ്റ് വീഴും. അവര് ഡിഫൻസ് കളിക്കുമ്പോൾ മനസ്സിലായോ? ഭയങ്കരമായ ആള്. എനക്ക് എന്ത് വേണം? ഇവിടെ നല്ല കട്ട്ലേറ്റ് കിട്ടും. ആ കട്ട്ലേറ്റ് ഇല്ലേ? ലവിന്റെ ഷിപ്പ് ഉണ്ടായിട്ട് അതാ അപ്പൂപ്പിനെ എന്താന്ന് എന്നോട് ചോദിക്കും. അതൊക്കെ ടീ വേണോ, കോഫി വേണോ, ഹോർലിക്സ് വേണോ, ബൂസ്റ്റ് വേണോ, എന്ത് വേണോ? ഉപ്പ് സോഡ. ദാഹമല്ല, എനർജി. ചോട്ടാ ഭീമിലെ ലഡു എനിക്ക് ഉപ്പ് സോഡ. ചോട്ടാ ഭീമിലെ ലഡു എനിക്ക് ഉപ്പ് സോഡ. എനിക്ക് പറ്റാ ചോറ് നമുക്ക് എനർജി വരുന്നത്. അയ്യോ ഞാനൊരു കാര്യം, ഞാൻ ഇച്ചിരി ഒരാളെ ചോദിച്ചു ഫുഡ് കഴിച്ചാടാ? ഇപ്പം എന്താ പറഞ്ഞത്? ഫുഡ് കഴിക്കുക. അപ്പം ഞാൻ ഇവിടെ ഞാൻ അടുത്തൊരു ഷോപ്പ് ഉണ്ട്, നല്ല ഒരു ഫേമസ് ഷോപ്പ് ഉണ്ട്. അവിടെ നിന്ന് ഫുഡ് വെച്ച് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അത് പിന്നെ നമ്മുടെ ആ വർക്കഹോളിക്കായിട്ട് ബന്ധപ്പെട്ട് നമുക്കിങ്ങനെ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. ഈസ് ഇറ്റ് റൈറ്റ്? ചോറ് കഴിക്കണം. പ്രോട്ടീനൊന്നും കഴിക്കില്ല, വെറും ഐസ്ക്രീം, ഷേക്ക്, അവിൽ മിൽക്ക്, ഉപ്പ് സോഡ, ഷൈനിലെ പോലെ. എന്താ ഇതില് ഉപ്പ് സോഡ കൊള്ളാം. ടേസ്റ്റ് ഉണ്ടോ? കണ്ണിക്കാവണ തരിപ്പ്. അത് നല്ല പവർന്ന സോഡ. വൈൽഡ് എക്സ്പ്രഷൻ. ഉപ്പ് സോഡയ്ക്ക് ഉപ്പുണ്ടോ? ഇല്ല, ഉപ്പ് കുറവാണല്ലേ? സോറി, ഉപ്പ് കുറവാണ്. കുറേ വെച്ചോണ്ടാവും. അയ്യോ കൊച്ചി വന്നിട്ട് എത്ര നാളായി? 1 year ഒക്കെ കഴിഞ്ഞു. ലൂപ്പാണോ കൊച്ചി? ഇവിടുന്ന് പോയാലും തിരിച്ചു വരുന്നൊരു ആഗ്രഹം, പോയാലും പിന്നെ എങ്ങനെയും കറക്റ്റ് ജീവിതത്തിൽ സംഭവം കണ്ടിട്ടുണ്ടോ? വരണം നമുക്ക് തോന്നും. കാരണം നമ്മളെ നാട്ടില് ഈ കണക്ഷൻസ് ഫുള്ള് ഇവിടെ അല്ലേ. അതായത് ഓരോരുത്തരും ഓരോ നാട്ടുകാരാ. അപ്പം ഇവിടെ വന്നാലാണ് നമുക്ക് വരെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അവരെ കാണാനായിട്ട് വരും. ഫ്രണ്ട്സ് ഒരാള് 2 പേര് അങ്ങനെയല്ല. ഇപ്പം 24 കഫേയിൽ ഇപ്പൊ മിസ്റ്റർ ടീല കൊറേ കമ്പനിക്കാരുണ്ടാവും. അവിടെ ഒരു സ്ഥലത്ത് നമുക്ക് എല്ലാവരും കാണാം. അല്ലെങ്കിൽ നമ്മൾ ഓരോ ജില്ലയിൽ പോണ്ടി വരും. ഇവിടെ എല്ലാ ജില്ലക്കാരും ഇവിടെ ഉണ്ട്. സകല ജില്ലക്കാരും ഇവിടെ ഉണ്ട്. എല്ലാ ജില്ലക്കാരും ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളോടത്തിൽ ഇന്ത്യയും കടന്നുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇന്ത്യ കടന്നല്ല, കേരളം കഴിഞ്ഞുള്ള ആൾക്കാരുണ്ട്. ലക്ഷദ്വീപിലുള്ള ആൾക്കാരുണ്ട്. ഞാൻ സ്റ്റേഡിയത്തിലാണ് പോകാറുള്ളത്. ഈ മിസ്റ്റർ ടീലാണ് പോണ? സ്റ്റേഡിയത്തില് എന്താ നടക്കണം, മിസ്റ്റർ ടീലാകുമ്പോ ഇരിക്കാം. സ്റ്റേഡിയത്തിൽ മിക്കവരും വന്നിട്ട് റൗണ്ട് കറങ്ങി. അപ്പൊ നമ്മളെല്ലാരും കാണില്ല. കാരണം നമ്മൾ ഫ്രണ്ടിൽ കൂടെ കറങ്ങുമ്പോ ബാക്കിൽ കൂടെ വേറെ ടീം കറങ്ങി വരും. അവിടെ ഇരിക്കുമ്പോ കുഴപ്പമില്ല. മിസ്റ്റർ ടീലൊരു 1 മണിക്കൊക്കെ ശേഷം വൈകുന്നേരം ഉണ്ടാവും. വീട്ടിൽ പോയാലും ഈ തെണ്ടണ സ്വഭാവം നമുക്ക് ഇവിടെ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ടേ വീട്ടിൽ പോകുമ്പോ നമുക്ക് ഇങ്ങനെ നൈറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കൊരു അവിടെ പോവാൻ സ്ഥലങ്ങളും ഇല്ല. പോവാൻ എല്ലാവരും ഉറക്കുമായിരിക്കും. റോട്ടിലും ആരും ഉണ്ടാവില്ല, ക്രൗഡും ഉണ്ടാവില്ല. അപ്പൊ നമുക്കിങ്ങനെ
സത്യം നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ചുമ്മാ ഇരിക്കാൻ തോന്നൂല. സത്യം ബോറടിക്കും. നമ്മളിവിടെ നൈറ്റ് ഇറങ്ങിയത് അവിടെ പോകാൻ നേരത്ത് അവിടെ ആരും കാണൂല. അല്ല ബ്ലഷ് ഉണ്ട് നല്ല മീശ ഇല്ലടാ. ഇല്ല, അത് ബ്യൂട്ടി ലൈനാണ്. ബ്യൂട്ടി ലൈനാണ് അത് ബ്യൂട്ടി ലൈൻ. അതായത് നിങ്ങൾ പറ ഇത് എനിക്കൊക്കെ വന്നിരിക്കാൻ മീശ ഇത് നോക്ക്. ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും പറയുന്നത് ഈശ്വര ബോക്സറാണെന്ന്? മീശല്ല, അത് ബ്യൂട്ടി പെണ്ണുങ്ങളുടെ മീശ. അത് പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഞാൻ വളർത്താൻ പോവാ. പക്ഷെ പിരിച്ചു വെക്കാനല്ല, ഇത് കറക്റ്റാടാ. കറക്റ്റാണ്. ഇതൊരു നമ്മുടെ ലുക്കിനെ ഭയങ്കരമായിട്ട് ഇതാക്കുന്നുണ്ട്. ഭയങ്കര ക്യൂട്ട്നെസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഒരു ഒറ്റ മെസ്സേജ് അയച്ചത്. എടാ ഞാനിങ്ങനെ ബ്ലോഗ് സീരീസ് ചെയ്യുന്നുണ്ട്, വരാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു മെസ്സേജ് അയച്ചത്. എനിക്ക് ഓർമ്മയില്ല. ഞാൻ മെസ്സേജ് ഓർമ്മയില്ല. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി. അതെന്ന് അയച്ചതാ? അത് കുറേ അയച്ചിട്ട്. പക്ഷെ ഞാനിപ്പം വരുന്നപ്പോൾ ഞാൻ പിന്നെ എടാ ഇതെന്നെ അറിയാമോ, ഞാൻ മെസ്സേജ് അയക്കും, ടൈം കിട്ടത്തില്ല. മെസ്സേജ് അയക്കും, പിന്നെ ടൈം കിട്ടത്തില്ല. പിന്നെ ആയിരുന്നു ഫ്രീ ആയിട്ട് തപ്പി സംഭവം എന്താ, എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കും, ഞാൻ 2 ദിവസം കഴിയുമ്പോൾ റിപ്ലൈ വരും. പിന്നെ ചേട്ടൻ 2 ദിവസം കഴിയുമ്പോൾ റിപ്ലൈ വരും. അങ്ങോട്ടും ഇങ്ങോട്ട് 2 ദിവസം കഴിയുമ്പോഴാണ് റിപ്ലൈ എടുക്കണം. ഇതാണ് സത്യം. തിളങ്ങണോ? തിളങ്ങണോ? അത് ഗോൾഡൻ ഇതാറുണ്ട്. അതെന്ന് പറയാ തിളങ്ങണ. എൻ്റെ ഫേസ് കണ്ടിട്ട് സീരിയസ്. ഇത്രയും നല്ല ആള് കുടിച്ചു ഇത്രയും നല്ല ആൾ വന്നിരിക്കുമ്പോഴത്തേക്ക് അവർ എങ്ങനെ ഇതാകാണ്ടിരിക്കും? അവരുടെ ചിരിയാണത്. അതെ. അപ്പൊ ഈ ഭാഗത്തുള്ളവരൊന്നും ചിരിക്കണില്ല, ഇവര് കുറച്ചുപേര് മാത്രമേ അവരല്ല ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. അതായത് നമ്മളിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള കായലിലെ വെള്ളം വന്നിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. സൂപ്പറായിട്ടുണ്ട്. ചോട്ടാ ഭീമിന് എനർജി കിട്ടിയിട്ട് എങ്ങനെയാണ് ചോട്ടാ ഭീമെ? ക്യാമറ ഓൺ ആക്കുമ്പോൾ വാതിറക്കില്ല. അത്ര നേരമായത് ഓർമ്മയില്ല. ഇത്ര നേരം എന്തെല്ലാം കാര്യം പറഞ്ഞു? ലൈഫിൻ്റെ കാര്യം പറഞ്ഞ്, കരിയറിൻ്റെ കാര്യം പറഞ്ഞ്, വർക്കിൻ്റെ കാര്യം പറഞ്ഞ്, വർക്കിലത്തെ കാര്യം പറഞ്ഞ്, ഫ്യൂച്ചറിനെ പറ്റി പറഞ്ഞ്, ഇത്രയും പറ്റി പറഞ്ഞില്ലേ? കല്യാണം കഴിച്ചാലും എൻ്റെ പാഷനും അത് കൊണ്ടുപോകാൻ പറ്റുന്ന ആളാണ് കിട്ടുക. ഞാൻ ആളെ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ എന്താ പറയുക, ഇല്ലെങ്കിൽ സാധനം പറഞ്ഞില്ല. ഇല്ലെങ്കിൽ ഞാൻ ഉറകളെ എനിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട്. പറട്ടാ, ഒരാളെ ഇടിക്കാൻ പറ്റില്ല. എനിക്കെന്തിനും അതായത് നമ്മളുടെ ഇപ്പോഴത്തെ ഈ വർക്ക് ഷെഡ്യൂൾ എന്ന് പറഞ്ഞല്ല, ഈ ഒന്നും ചെയ്യുന്നില്ല. രാത്രി ഇങ്ങനെ തെന്നി കറങ്ങി തിരിഞ്ഞൊക്കെ വ്ലോഗ് എടുക്കുക, വന്ന് കിടന്ന് ഉറങ്ങുക, എഡിറ്റ് ചെയ്യുക, ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യുക, അതൊക്കെ തന്നെ. ഒരു ബോഡിക്കൊരു ഇത് വരുന്നില്ല. ബോഡിക്ക് ഇത് വരാൻ ബോക്സിംഗിൽ ഇടി കിട്ടിയാൽ ഉറങ്ങും നമ്മള്. ഇതേ ഞാൻ പഠിക്കുന്നതിൻ്റെ ഒരു സൈഡാണ് നിങ്ങൾ കേട്ട. ഇതിലൊരു 40,000 രൂപ ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്, വയ്യാണ്ടാവുന്നുണ്ട്. അങ്ങനെ കുറെ സീൻ വരും കേട്ടോ. ഗേൾസിന് പ്രത്യേകിച്ച് PCOD, ഇറഗുലർ പീരിയഡ്സ്, വയറുവേദന, നെഞ്ചുവേദന, ബ്രെയിനിൻ്റെ ഏതൊരു ഞരമ്പൊക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. വരും. കാരണം ഇത് കിട്ടുമോ അടി വയറ്റിന് നല്ല പഞ്ച് കിട്ടുമ്പോഴേ. ബോയ്സിന് സീനില്ല, ഗേൾസിന് ഭയങ്കര സീനാണ്. അതെ, കോഫി വല്ലതും വേണം. ഇവിടുത്തെ കട്ട്ലറ്റ് അല്ലാന്ന് പറയുന്നത്. കട്ട്ലറ്റ് കോഫി വേണ്ട. ഓക്കെ, നമ്മൾ കട്ട്ലറ്റോടെ വാങ്ങിച്ചു തരാം. എന്തായാലും വന്ന് ഇവിടെ വന്നിട്ട് കട്ട്ലറ്റ് കഴിക്കാൻ വേണ്ട മോശമല്ല. എല്ലാവരും എന്നെ തന്നെ നോക്കണം. എന്താ അറിയാമോ, ഇവിടെ വേറെ ഒറ്റ പെൺകുട്ടിക്ക് ഇത്രയും ഗ്ലാമറുള്ള ആരുമില്ല. അതുകൊണ്ട് എല്ലാവരും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. സീരിയസ്ലി പറയുന്നത്, എനിക്ക് എന്നെ എല്ലാവരും പ്രാഗുണ്ടായിരിക്കും. എല്ലാവരും മനസ്സിലാവുണ്ടാവും. 100% ഉറപ്പ്. സോറി, എന്ത് ചെയ്യാനാ, എനിക്ക് കിട്ടിയുള്ളൂ. എനിക്കാണ് കിട്ടിയെന്ന്. അല്ല, എനിക്കാണ് കിട്ടിയെന്ന് പറഞ്ഞ മറ്റേ കാത്തു കിട്ടിയ സ്വത്താണെന്ന് പറയുമ്പോൾ മറ്റേ ഇപ്പം ഈ സമയത്ത് ഞാൻ എനക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തേ.
ഒരു പാട്ടുണ്ടിരിക്കുക. പാടരുതേ. പാടണില്ല, ഞാൻ പാടണില്ല. ഞാൻ പക്ഷേ ഞാൻ 5 സെക്കൻഡ് ഞാൻ കേൾപ്പിച്ചുതരാം. 5 സെക്കൻഡ് ഞാൻ കേൾപ്പിച്ചുതരാം. അതല്ല, ഞാൻ തേടിയിട്ട് കിട്ടിയ പൊന്നെന്ന് പറയാൻ പറ്റത്തില്ല. പൊന്നിനൊക്കെ മേലിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് എല്ലാ പെണ്ണുങ്ങളുടെ അടുത്ത് പറയണം. ഓരോരുത്തടുത്ത് ഓരോ ഡയലോഗാണ്. ഓരോ ഇല്ലടാ. നമ്മള് ഞാൻ പറയട്ടെ, അപ്പം ഈ എന്നെ കൂടെ വന്നപ്പോഴത്തേക്കും എന്നെ ഹാപ്പി ആക്കിയിട്ടുണ്ടേ. അതെ, അങ്ങനെ എല്ലാവരും ഹാപ്പി ആക്കി വിടാറുണ്ട്. അല്ലടാ, അങ്ങനെ വേണം. നമ്മുടെ കൂട്ട് തരുമ്പോഴത്തേക്ക് ഒരിക്കലും ഒരു ഇതായിട്ട് തോന്നരുത്, ഹാപ്പി ആയിട്ട് പോകണം. ചിലരുണ്ടോ, ചിലർ വന്നിട്ട് ഭയങ്കര ഇതായിട്ട് പോയിട്ട് ഭയങ്കര മൂഡും ഇതായിട്ട് വന്നിട്ട് ഭയങ്കര ഇതായിട്ട് പോയവരുണ്ട്. അതാണ് നമ്മളെപ്പോഴും ഹാപ്പി ആക്കി നിർത്തണം. നമ്മുടെ കൂടുതൽ ഹാപ്പി ആക്കി നിർത്തണം, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. എന്തെങ്കിലും കാര്യം കിട്ടുമ്പോൾ നെഗറ്റിവിറ്റി ഇരിക്കരുത്. നെഗറ്റിവിറ്റി മാറ്റുക, പോസിറ്റിവിറ്റി. അതാണ് ഓഫീസ്. നമ്മൾ കണ്ടന്റ് വാങ്ങിച്ചിട്ടെ അങ്ങനെ ടേസ്റ്റില്ലേ. പക്ഷെ ലവ് കിട്ടിയില്ല. ഇപ്പം ലവ് ആയാലും അതെ ഇങ്ങനെയൊക്കെ ലവ്. അതേ പറയാം, ലവ് കണ്ടന്റ് കൊണ്ടുവരാന്ന് പറഞ്ഞത്. ചേട്ടനൊക്കെ സിഗ്നൽ ലവ് കണ്ടന്റ് വെക്കാത്ത ചേച്ചി ഹെൽപ്പറാണ്. എന്തോ സിഗ്നൽ പിടിച്ച് കിട്ടിയത് പൂക്കിയാന്ന് തോന്നുന്നു. ചേച്ചി അഞ്ഞക്കൂട്ട ബോക്സിംഗ് ആവാൻ തോന്നുന്നു. ബോക്സ്കർ. എൻ്റെ പേര് കറക്റ്റ് തന്നെയല്ലേ പറഞ്ഞത്? കറക്റ്റ് തന്നെയാ പറഞ്ഞത്. അപ്പൊ ഇൻസ്റ്റയിൽ വേറെ എന്തൊരു സാധനം നടക്കുന്നതാണെന്നടാ. അതെന്താ അങ്ങനെ 2 പേര്? ഓ, ഞാൻ ശരിക്കും ഈ മുസ്ലിങ്ങളൊന്നും കരുതിയിട്ടില്ല. അഫ്രീൻ എന്ന് പറഞ്ഞാൽ അത് നോർമലി ഇങ്ങനെ പറയുന്നത്. അഫ്രീൻ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ അതൊന്നും കാര്യമില്ല. ഈ സെറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ? കുറച്ച് ടൈം ആയിരുന്നെങ്കിൽ അധികം ഒന്നും ഇല്ലായിരുന്നു, കുറച്ച് ടൈം, ഒരു 1.5 hour എന്തെങ്കിലും ഉണ്ടായിരുന്നു തോന്നണ്ട. അത് കയ്യിൽ ഞാൻ തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതോടെ ക്യാമറ കൊടുത്ത് ആർക്ക് കിട്ടാനാണ്? അവർക്ക് കാര്യം മനസ്സിലായി. എക്സ്പ്രഷൻ ഞാൻ ഉദ്ദേശിച്ചത്. എക്സ്പ്രഷൻ ഓക്കെ, ഡീകോഡ് ചെയ്ത് ഒന്നും പറഞ്ഞു മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട്. എങ്ങനെ എൻ്റെ ഉള്ളിൽ തോന്നി എന്താ പറഞ്ഞു? അൺപ്ലാൻഡ് അല്ലേ? അൺപ്ലാൻഡ് അൺഎക്സ്പെക്റ്റഡ് സാധനം. ഞാൻ ക്ലാസ്സിന് പോയിരുന്നിരുന്നു. ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ? കൊള്ളാം. വേറെ ആള് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ വ്ളോഗിൽ വരണമെന്ന് ഇൻട്രസ്റ്റ് കാണിച്ച് ഈ റെക്കമെൻഡ് ചെയ്യുമോ ഇല്ലയോ? ഇല്ല, എനിക്ക് കുശുമ്പായോണ്ട് ഞാൻ അങ്ങനെ എനിക്ക് ഈഗോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല. അയ്യോ കൊള്ളായിരുന്നാടാ ഈ ഒരു വൈകുന്നേര സമയത്ത്? എൻജോയ് ചെയ്തോ? അത്രയും മതി. ഞാൻ തന്നെ ഇവിടെ കൊണ്ട എവിടെയാണ് ഡ്രോപ്പ് ചെയ്യട്ടെ. നമ്മൾ സൺസെറ്റ് കിട്ടുന്ന സൺസെറ്റ് ഇല്ലാടാ. നൈസ് സ്പോട്ട് എങ്ങനെയുണ്ട്? ഫുള്ള് വെള്ളം. ആ, സ്പോട്ട് കൊള്ളാം. നൈസ്. ഒരു ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ പറ്റും. പക്ഷെ വെള്ളം വേണ്ടായിരുന്നു, വറ്റിക്കാം നമുക്ക്. കുടിച്ച് പറ്റിച്ചാൽ കുടിക്കേ. എനിക്ക് അത്രയും പറ്റൂല, അത്രയൊന്നും കപ്പാസിറ്റി ഇല്ല. അപ്പം ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞൊരു വീഡിയോയായിരുന്നു. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ചായ കോഫി പരിപാടി നടത്തി. അത്രയും ഉണ്ടായിരുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ലടാ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും ചിന്തിക്കുമ്പോഴേക്കും വണക്കം.